ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് കാസർഗോഡിൻ്റെ മാത്രം സ്പെഷ്യലായിട്ടുള്ള ചക്കമുട റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി വലിയൊരു ചക്കയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇത്ര ചക്കയേ ഉള്ളൂ. ഇതിനേക്കാളും കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. പിന്നെ വേണ്ടത് പച്ചരിയാണ്. 4-5 മണിക്കൂർ മുന്നേ കഴുകി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം വെള്ളം വാലാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ശർക്കര അല്ലെങ്കിൽ വെല്ലം 1 കിലോ നന്നായിട്ട് ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 3 മുറി തേങ്ങയാണ്, അതായത് 1.5 തേങ്ങ ചിരവി എടുക്കണം. നല്ല പച്ച തേങ്ങ തന്നെ നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു തേങ്ങ ഉണ്ടല്ലോ, പച്ച തേങ്ങ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പം ചുടാൻ ആവശ്യമുള്ള ഇല നന്നായിട്ട് കഴുകിയെടുക്കുക. ഞാൻ ഈ ഇലയാണ് ഉപയോഗിക്കുന്നത്, കുറുക്കൂട്ടി ഇല. ജാതിയുടെ ഇലയിലും നമ്മൾ ഉണ്ടാക്കലുണ്ട്, പക്ഷേ എനിക്ക് ആ ഇല കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. ഇനിയുണ്ടല്ലോ, വെള്ളം വാലാൻ വെച്ചിട്ടുള്ള അരി ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന വെല്ലം ചേർത്ത് കൊടുക്കണം. 1 കിലോ വെല്ലം നല്ല മധുരം കിട്ടും. ഇനി മധുരം ലൈറ്റ് മതിയെങ്കിൽ 3/4 കിലോ ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം. 3 മുറി തേങ്ങ ചേർത്താലുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നിങ്ങളുടെ കയ്യിൽ ഇത്ര ഇല്ലെങ്കിൽ 1 തേങ്ങ ചേർത്താലും മതി. തേങ്ങ എടുക്കുമ്പോൾ എപ്പോഴും നല്ല പച്ച തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ വേണ്ടത് ഉപ്പാണ്. 3/4 ടേബിൾ സ്പൂൺ ഉപ്പിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 8 ഏലക്ക. ഏലക്ക ജീരകം ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ചക്ക ചേർത്ത് കൊടുക്കണം. ചക്ക കൂടുതൽ കിട്ടിയാലുണ്ടല്ലോ കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ സോഫ്റ്റായിട്ട് ഹൽവ എല്ലാം കഴിക്കുമല്ലോ, അതിനേക്കാളും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ചക്കയപ്പം ഉണ്ടാക്കുമ്പോൾ വരിക്കച്ചക്കയാണ് വേണ്ടത്. നല്ല പഴുത്ത വരിക്കച്ചക്ക, നല്ല കട്ടിയുള്ള വരിക്കച്ചക്കയാണെങ്കിൽ അപ്പത്തിന് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് അല്പാൽപമായിട്ട് ഇനി അരച്ചെടുക്കണം. ഗ്രൈൻഡർ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഗ്രൈൻഡറിൽ അരച്ചാൽ കൂടുതൽ കൂടി ടേസ്റ്റാണ്. ഞാനിത് മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിലാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം വളരെ കുറച്ച് മാത്രം മതിയാവും. 1 കിലോ പച്ചരിയാണല്ലോ ഞാൻ എടുത്തത്. അത് 4 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഓരോ ബാച്ച് അരക്കുമ്പോഴത്തേനും 1 ടേബിൾ സ്പൂൺ വെള്ളം എന്ന കണക്കിനാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ടോട്ടൽ 4 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരാം. മഴ കൊണ്ട ചക്കയായതുകൊണ്ട് തന്നെ ചക്കയിൽ നിന്നും ധാരാളം വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ലൂസ് ആവാണ്ട് ശ്രദ്ധിക്കുക. ആവശ്യമാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിവിടെ ശർക്കരയിൽ നിന്നും കുറച്ച് ശർക്കരയും അതേപോലെ ചക്കയിൽ നിന്ന് കുറച്ച് ചക്കയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. പുതുമ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ചക്കയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നേ ഉള്ളൂ. അപ്പോൾ ശർക്കര ഇട്ട് കൊടുത്തു, അതേപോലെ ചക്കയും ഇട്ട് കൊടുത്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഒരു 3 മിനിറ്റ് ഞാനിവിടെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ആദ്യം ശർക്കരയിൽ നിന്നും അതേപോലെ ചക്കയിൽ നിന്നും വെള്ളം ഇറങ്ങി വന്ന് നന്നായിട്ട് ലൂസായിട്ട് കിട്ടും. ഇനി ഈ വെള്ളം ഉണ്ടല്ലോ ചക്കരയിലേക്ക് പൊതിയുന്നൊരു പരുവം വരും. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം നന്നായി തണുത്ത് കഴിഞ്ഞാൽ മാത്രം ചക്ക മിക്സ് ഉണ്ടല്ലോ അരച്ച് വെച്ചിരിക്കുന്ന ആ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു സമയം ശ്രദ്ധിക്കുക. ഇനി വെള്ളം ഇത്തിരി കൂടിപ്പോയെന്ന് തോന്നിയാൽ പച്ചരിപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അരക്കുന്ന സമയത്ത് തന്നെ വെള്ളം കൂടാണ്ട് ശ്രദ്ധിച്ചാലാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നന്നായിട്ട് മിക്സാക്കി ഈ പരുവത്തിൽ ആക്കിയെടുക്കണം. ഇലയിലേക്ക് ഒഴിക്കുമ്പോൾ ഒഴുകിപ്പോകാത്ത ഒരു പരുവം, അതാണ് കറക്റ്റായിട്ടുള്ള ഒരു അളവ്. വെള്ളം കൂടിയാലും കുറഞ്ഞാലും എന്താണ് സംഭവിക്കുന്നതെന്നും കൂടി പറഞ്ഞുതരാം. വെള്ളം കൂടിപ്പോയാൽ ഇലയിൽ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കെട്ടിവെക്കാൻ പറ്റില്ല. ഇനി വെള്ളം കുറഞ്ഞു പോയാൽ അപ്പം നല്ല പോലെ ഹാർഡായി പോകും. അപ്പോൾ ആ 2 കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇനി ഇലയെടുത്ത് ഉള്ളം കയ്യിൽ വെച്ചിട്ട് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 2 സൈഡിൽ നിന്നും പൊതിഞ്ഞ് താഴെ നിന്നും മീതിയ ഭാഗത്തു നിന്നും പൊതിഞ്ഞ് നന്നായിട്ട് അല്പം പോലും പുറത്ത് പോകുന്നില്ല എന്ന് മനസ്സിലാക്കി നമുക്ക് സ്റ്റീമറിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം. ഇനി കയ്യിൽ വെച്ചിട്ട് പറ്റുന്നില്ല എങ്കിൽ ഒരു പ്ലേറ്റ് വെച്ച് അതിലേക്ക് ഇല വെച്ച് കൊടുക്കണം. എന്നിട്ട് 2 തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഇനി വലിയ തവിയാണെങ്കിൽ 1.5 തവിയൊക്കെ മതിയാവും. ഈ ഒരു രീതി കണ്ടല്ലോ, ഈ രീതിയിലാണ് പൊതിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളാണ്. അളവെല്ലാം ഞാൻ പറഞ്ഞ അതേ അളവിലെടുക്കണം. ചക്ക കുറച്ച് കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ചക്ക ഇല്ലായിരുന്നു, എനിക്കൊരു ഫ്രണ്ട് കൊണ്ടു തന്ന ചക്കയാണ്.
അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് അപ്പേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ റെസിപ്പിയിൽ നമ്മൾ പൊതുവേ വർഷത്തിൽ 1-2 പ്രാവശ്യം മാത്രമാണ് ഉണ്ടാക്കൽ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശർക്കരയും തേങ്ങയും ചേർത്തിട്ടാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കൽ. തേങ്ങ ഞാനും പുറത്തുനിന്ന് വാങ്ങിയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നാലും എപ്പോഴൊക്കെ ഉണ്ടാക്കുന്നില്ലേ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് ചേർക്കും. അങ്ങനെ നന്നായിട്ട് ചേർത്താൽ നന്നായിട്ട് ടേസ്റ്റിൽ തന്നെ കഴിക്കാനും പറ്റും. എന്താ ഇവിടെ എല്ലാം ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റീമറിൽ 1 ലിറ്റർ അല്ലെങ്കിൽ 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. തട്ട് വെച്ച് കൊടുത്ത് അതിൻ്റെ മീതിയായിട്ട് ഈ അപ്പം വെച്ച് കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ അപ്പം വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ആവി കയറി കല്ലിക്കാണ്ട് അപ്പം നന്നായിട്ട് കിട്ടും. ഇനി ഫുള്ളും വെച്ചതിന് ശേഷം മൂടി വെക്കണം. അതായത് ആവി നന്നായിട്ട് പുറത്തോട്ട് വരും. ആ സമയത്ത് മൂടി വെക്കണം. ഞാനിപ്പോൾ വെച്ച അപ്പം ഉണ്ടല്ലോ, ഇത്ര അപ്പത്തിന് എനിക്ക് മീഡിയം തീയിൽ 45 മിനിറ്റാണ് കുക്കിംഗ് ടൈം വേണ്ടി വന്നിട്ടുള്ളത്. ഇനി ഫുള്ളായിട്ട് അപ്പക്കലത്തിൽ അപ്പം വെച്ചു കൊടുത്താൽ 1 മണിക്കൂറൊക്കെ വേവിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാ നന്നായിട്ട് ആവിയെല്ലാം വന്നു, ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇനി 45 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കണം. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. അപ്പോഴത്തേക്കും അപ്പം എല്ലാം നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളല്ലേ. 1 കിലോ പച്ചരിക്ക് 1 കിലോ വെല്ലം 3 മുറി തേങ്ങ, ഇതാണ് ഞാൻ എടുത്ത കണക്ക്. അപ്പോൾ നിങ്ങൾക്കിതിലൊക്കെ ചേഞ്ചെല്ലാം വരുത്താം. നല്ല സോഫ്റ്റായിട്ട് ഹൽവ പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ അളവിൽ തന്നെ അരിയെല്ലാം എടുക്കണം. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി. വെള്ളത്തിൻ്റെ കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വെള്ളം കൂടിപ്പോയാലും കുഴപ്പമാണ്, കുറഞ്ഞു പോയാലും കുഴപ്പമാണ്. ദാ ഈ ഒരു പരുവത്തിൽ അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചക്കമൂട ഇതുവരെ ചുട്ടിട്ട് ശരിയാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചക്ക വരട്ടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇതല്ല. സാധാരണ ചക്കൊന്നും വരട്ടിയിടാണ്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ നിങ്ങൾക്കൊരു സ്പെഷ്യൽ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.